സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്നുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ തൊടുപുഴയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് കുന്നംകവല എന്ന് പറയും. ഈ കാണുന്ന വീടില്ലേ വിൽപ്പനയ്ക്കുള്ളതാണ്. 8 സെൻറ്റ് പ്ലോട്ടാണ്. 1800 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടാണ്. നല്ല അടിപൊളിയായിട്ട് സൗകര്യമുള്ള ഒരു വീടാണ്. 4 ബെഡ്റൂമാണ് വരുന്നത്. നല്ല ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ കെട്ടി പോർച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണറുണ്ട്, സമൃദ്ധി വെള്ളമുണ്ട്. ചുറ്റോറം സ്റ്റോണും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഫുൾ ഫിനിഷിംഗ് ആണ്. നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതിൽ നിങ്ങളിനി ഫർണിച്ചർ മാത്രം മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ താമസമൊക്കെ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു വലിയൊരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പോർച്ചിൻ്റെ സൗകര്യമുണ്ട്. നേരെ ഒരു 2 വണ്ടി അല്ലെങ്കിൽ ഒരു 3 വണ്ടി പോർച്ച് ഇവിടെ സൗകര്യം വേണമെങ്കിൽ ഇടാം. 2 ഇന്നോവ സുഖമായിട്ട് ഇടാം. കല്ലും സ്റ്റോണും കാര്യങ്ങളൊക്കെ അതിൽ വിരിച്ചിട്ടുണ്ട്, ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റ് ആണ്. 8 സെൻറ്റ് പ്ലോട്ടാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെയൊക്കെ ചെറിയ മെറ്റലൊക്കെ വിരിച്ചിട്ട് നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ അത് റംബൂട്ടാനാണ് കേട്ടോ. ഇതൊക്കെ വെക്കാനുള്ളതാണ്. അതേപോലെ തന്നെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ടൈലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല വീതിയിലുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ വീടിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം കംപ്ലീറ്റ് തേക്കിലാണ്. പിന്നെ ബാക്കിയുള്ള മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയാണ്. ഫ്രണ്ട് ഡോറാണ് വരുന്നത്. ഇതിൽ നല്ല മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ കയറി വരുന്നത് നമുക്ക് വലിയൊരു ഹാളാണ്. അതിന് പുറമേട്ട് ചെറിയൊരു ഫോർമൽ ലിവിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എക്കോ അടിക്കും. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഫോർമൽ ലിവിങ്, TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിംഗ് ആണ്. അതേപോലെ തന്നെ പ്ലൈവുഡിൽ നല്ല ഡിസൈൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലിവിടെ ഒരു അടിപൊളി ഒരു ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 4x2 സൈസിൽ വരുന്ന ടൈല്. ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ഹാളാണ്. ഏകദേശം സൈസ് ഞാൻ പറഞ്ഞു 17 അടിയാണ് ഇങ്ങനെ വരുന്നത്. 16 ഏകദേശം ഒരു 17 അടി 18 അടി ഏകദേശം ഇങ്ങനെ വീതി വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ഹാളാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് യൂണിറ്റ്, കോമൺ ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വലിയ ഹാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വാൾപേപ്പർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിൾ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇടാം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് ഇടാം. അപ്പം അത്രയും സ്പേസ് ഇവിടെ വരുന്നുണ്ട്. മൊത്തം 4 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. അതിന് മുന്നേറ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഓപ്പൺ കിച്ചൺ. ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള അതേ ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ, വർക്ക് ഏരിയ, അതിന്റെ അടുപ്പ്, സിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് 4 ബെഡ്റൂമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സീലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യാം. ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുന്നേറ്റ് ഇതാ ബെഡ്റൂമിന്റെ ഡോറാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള 5 പലക ഡോർ എന്നാണ് അതിന് പറയാം. സ്ട്രോങ് ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡോർ. പിന്നെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് വരുന്ന ബെഡ്റൂം, 12x12 സൈസ് ഏകദേശം വരുന്ന ബെഡ്റൂം. 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ നല്ല ലെങ്ത് ഉള്ള വിൻഡോസ്, സിമ്പിൾ സീലിംഗ് വർക്ക്, അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാത്റൂം നോക്കൂ, വലിയ ബാത്റൂമാണ്. അതും നല്ല ഹൈറ്റിലുള്ള വലിയ ബാത്റൂം. അതിന്റെ ഫിറ്റിങ്സ് ഒക്കെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളില് ഫെറോസിമെന്റ് സ്ലാബിന്റെ അടിച്ചതിന് ശേഷം ഒരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലൈ വിത്ത് മൈക്കയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തത്. 4 ഡോറാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. മറ്റേ ഡോർ നമ്മൾ വുഡിൽ തന്നെയാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും അത്യാവശ്യം ഒരു നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ്. 10x14 അല്ലെങ്കിൽ ഒരു 11x14 സൈസ് വരുന്ന ഒരു ബെഡ്റൂം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ജിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. പിന്നെ വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതും നമ്മൾ നേരത്തെ കണ്ട രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇത് കുറച്ച് ഒരു ചെറിയ ബെഡ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് ഒരു 10 സൈസ് വരുന്ന ഒരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം വരുത്തിട്ടുണ്ട്. ഒരു 3 പാളി വിൻഡോസും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫിനിഷിങ്ങോട് കൂടിയിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീടിന്റെ സൗകര്യങ്ങൾ. അപ്പോൾ ഈ വീടിന്റെ മറ്റുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാനായിട്ട് നമുക്ക് ഈ വീടിന്റെ ഓണറിനെ നമുക്ക് വിളിക്കാം. സ്റ്റോപ്പ് ചെയ്യാൻ പറയട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള വലിയ വലിയ വീടുകളിൽ കാണുന്ന സെറ്റപ്പിലുള്ള ഒരു പ്ലാന്റ്. അതിന് മുകളിലായിട്ടൊരു റൗണ്ട് ഷേപ്പിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഒരു ഹോളാക്കിയിട്ട് നല്ല നാച്ചുറലായിട്ട് വെളിച്ചം കിട്ടും ചെയ്യും. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മഴ ശരിക്കും ഇതിലേക്ക് കൊള്ളാവുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കില്ല, ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഷോവാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലാന്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഓണറായിട്ടുള്ള മൊയ്തീൻക്ക് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ കാര്യങ്ങൾ പറയും. അപ്പോൾ ഈ വീട് ഇപ്പോൾ എത്ര നാളായി പണി കഴിഞ്ഞിട്ട്? ജസ്റ്റ് പണി അങ്ങ് തീരുന്നേ ഉള്ളൂ. ലാസ്റ്റ് ഫൈനൽ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. മുറ്റത്ത് ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇനി അത്യാവശ്യം ഫിനിഷിംഗ് ടച്ച് വർക്കുകളോടെ 8 സെന്റ് പ്ലോട്ട് ആണല്ലേ? 8 സെന്റ് പ്ലോട്ട്. ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്? 1800 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ വരുന്നത്. അതിൽ 4 ബെഡ്റൂം വരുന്നത്. 4 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, ഒരെണ്ണം കോമൺ കോമൺ. പിന്നെ ലിവിംഗ്, സിറ്റ് ഔട്ട് കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളും, സിറ്റ് ഔട്ട്, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ, എല്ലാ സൗകര്യങ്ങളും, പോർച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഇപ്പോ എത്രയാണ് ഇപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ? 68 ലാഖാണ് പ്രതീക്ഷിക്കുന്നത്. 68 ലക്ഷം എല്ലാം. ഇപ്പൊ ഈ നിലവിൽ ഈ ഒരു സ്റ്റേജ് വരെ, ഈ സ്റ്റേജ് ഇതിന്റെ ബാക്കി ലാൻഡ്സ്കേപ്പിംഗ് ബാക്കി എല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കും. പുല്ലൊക്കെ ഫിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പുല്ലൊക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ ആ ഗ്യാപ്പിലൊക്കെ പുല്ല് ഫില്ല് ചെയ്യാണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്തിട്ട് കൊടുക്കുന്ന റേറ്റ് ആണ് 68. അതിന് ഇതില് കസ്റ്റമർ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ നെഗോഷ്യബിൾ ആണോ? നമ്മൾ ബിസിനസ് അല്ലേ, എന്തെങ്കിലും വിട്ടുവീഴ്ച. കാരണം നമ്മളെല്ലാ മെറ്റീരിയലും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മറ്റു സാധനങ്ങളെല്ലാം ഏകദേശം ഒരു 10 year വാറന്റി ഉള്ള മെറ്റീരിയൽസ്, ബ്രാൻഡഡ് സാധനങ്ങളാണ്. അത് മറ്റേ ഫിറ്റിംഗ്സ് ആയാലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രെയിംസും മറ്റെല്ലാം തേക്കുഡാണ്. മറ്റേ ഇതെല്ലാം ആഞ്ഞിലിയാണ്. എല്ലാം നല്ലതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലോണിന്റെ എന്തെങ്കിലും ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാം? ലോൺ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ ഏത് ബാങ്കിന്റെ ലോണും നമുക്ക് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഡോക്യുമെന്റും വളരെ ക്ലിയർ ആണ് അല്ലേ? ഇപ്പൊ നമുക്കൊരു ക്ലയന്റ് വന്നിട്ട് മേടിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവും? ഇവിടെ എല്ലാ മതസ്ഥരുടെയും ചർച്ച്, മോസ്ക്, ഇതെല്ലാം ജസ്റ്റ് 1 കിലോമീറ്ററിനുള്ളിലുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ വാർഡാണ്. മുനിസിപ്പൽ ചെയർമാൻ തന്നെ. മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റി, ഇടുക്കി ജില്ല തൊടുപുഴയിലേക്ക് ടൗണിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ടാവും. 5 കിലോമീറ്റർ വരും. ഓക്കെ, അപ്പൊ അതില് മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഒരാൾ വന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ സൗകര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ വലിയ കിണർ ഉണ്ട്. കിണർ ഇവിടെ ഒരു ഓപ്പൺ വെല്ല് നമ്മൾ ഇതിനു വേണ്ടി കെട്ടിട്ട് അതിൽ മോട്ടർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. സ്വിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ പൈപ്പ് വാട്ടർ കണക്ഷൻ ഇവിടെ അടുത്ത് വരെയുണ്ട്. നമ്മളിങ്ങനെ എടുത്തില്ല. വെള്ളത്തിന്റെ സൗകര്യം മൊത്തത്തിൽ എങ്ങനെയാണ് ഇവിടെ അവസ്ഥ? വെള്ളം വളരെ സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയ ഇവിടെ. അതുകൊണ്ടാണ് ഇത്ര റെസിഡൻഷ്യൽ ഏരിയ ആണ്. വെള്ളം താഴ്ന്ന പ്രദേശവും പാടമൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിന് പോലെ വെള്ളമാണ്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ശുദ്ധമായ വെള്ളം. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ 68 ലാഖാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ സൗകര്യം വരുന്നത്. അപ്പോൾ ഇക്കയാണ് ഈ വീടിൻ്റെ ഓണർ, ആളാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആളിനെ വിളിച്ചിട്ട് നേരിട്ട് വന്നിട്ട് കാണാവുന്നതാണ് അല്ലേ? കാണാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടുക്കി ജില്ല തൊടുപുഴ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വിൽക്കാനുള്ളതാണ് 8 സെന്റ് പ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.homepictures.in കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.